രാവിലെ തുടങ്ങുന്ന സ്മൂത്ത് ഇലക്ഷന്റെ സ്മൂത്ത്നെസ് കളഞ്ഞു വിളിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ഏഴാം വന്നു കയറും. അതിലൊരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്ന ഒരു കേസാണ് ആര് ചലഞ്ചർ വോട്ട്. സാറന്മാർക്കൊക്കെ അറിയാം എന്താണ് ചലഞ്ചർ വോട്ട് എന്ന് അറിയാം. എന്താണ് ചലഞ്ചർ വോട്ട്? ഒരു വോട്ടർ കടന്നു വരികയാണ്. കടന്നു വന്ന് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ടേബിളിലോട്ട് എത്തി കയ്യിലുള്ള രേഖകൾ കൊടുക്കുന്നു. സാറിങ്ങനെ മറിക്കുന്നു, മാർക്ക് കോപ്പിയൊക്കെ നോക്കുമ്പോൾ ഒരു ശബ്ദം പുറകിൽ നിന്ന്. ആര്? ഏജന്റുമാരിൽ നിന്നും ഒരാൾ പറയുന്നു, ഈ വോട്ടർ കള്ള വോട്ടറാണ്, ഇവിടെ വോട്ടില്ല, ഇയാൾക്ക് വേറെ എവിടെയാണ് വോട്ട് ചെയ്യാൻ അന്വേഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആരെഴുന്നേക്കും? ഒരു ഏജന്റുമാരിൽ ഒരാൾ. ഇപ്പൊ ഇലക്ഷൻ നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്, ഒരു ഏജന്റിന് ഇത്തരത്തിൽ ഒരു ചലഞ്ച് നടത്താനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം നടത്താം. പക്ഷെ അങ്ങനെ നടത്തണമെങ്കിൽ കുറച്ച് പൈസയുടെ ചെലവുണ്ട്. എത്ര പൈസ? ഇന്നലെ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? എത്ര? 2 രൂപ. ആദ്യമൊക്കെ 10 എന്നാ പറഞ്ഞ, അത് കുറഞ്ഞു പറഞ്ഞിട്ട് എത്രയായി? 2 രൂപ. ആ 2 രൂപ ചുമ്മാതെ തന്നെ പറയും കെട്ടി വെക്കണമെന്ന് പറയും. അങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞ് ഈ വിഷയം ആരുടെ ടേബിളിലോട്ട് മാറുന്ന ഓട്ടോമാറ്റിക്കലി പ്രിസൈഡിംഗ് ഓഫീസറുടെ ടേബിളിലോട്ട് മാറും. കാരണം മറ്റേത് സാധാരണ ഇലക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടി ഇതങ്ങ് ചെല്ലുന്നു. അപ്പൊ അവിടെയും 2 രൂപയൊക്കെ കെട്ടി വെച്ചിട്ട് ഈ ഏജന്റ് പറയുകയാണ് ഇദ്ദേഹത്തിനോട് വോട്ടില്ല, വോട്ടറല്ല എന്ന അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ നിരത്തി. വന്നയാളോടെ എനിക്ക് വോട്ടുണ്ട്, ഞാൻ ഇന്ന ഗോപാലന്റെ ചെറുമകനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഐഡിയ ഒക്കെ എടുത്ത് കാണിച്ചാണ് പ്രിസൈഡിംഗ് ഓഫീസർ നല്ലൊരു പരിശോധന നടത്തി. ആളെ നോക്കിക്കണ്ട് തൊട്ടടുത്ത് BLO ഉണ്ടാകും. നമ്മുടെ പോളിംഗ് ബൂത്തിന്റെ തൊട്ട് ഭാഗത്തിൽ തന്നെ ഒരു ടേബിളിട്ട് BLO ഇരിപ്പുണ്ടാകും. ആ BLO വിളിച്ച് ചോദിച്ച് അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഇന്ന വോട്ടർ തന്നെയാണ്, ശരി തന്നെയാണെന്ന് മനസ്സിലായി. പ്രിസൈഡിംഗ് ഓഫീസർക്ക് പൂർണ്ണമായ ബോധ്യം വന്നു, എന്ത് ഇവിടുത്തെ വോട്ടർ തന്നെയാണ്. ഒന്നിലധികം ID കാർഡും അദ്ദേഹം കാണിച്ച് ബോധ്യമായി. അങ്ങനെ അദ്ദേഹത്തെ നോർമൽ രീതിയിൽ തന്നെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പം ഏതെന്ന് ഉയർത്തിയ വെല്ലുവിളി ചലഞ്ച് എന്തായിപ്പോയി? പരാജയപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് 2 രൂപ നഷ്ടം. നമുക്ക് അതുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മളെന്ത് ചെയ്യണം? കിട്ടിയ പൈസ കണക്കുണ്ടാക്കുന്നതിന് വേണ്ടി ഈ തന്നിരിക്കുന്ന റെസിപ്റ്റ് ഉണ്ടാവുമല്ലോ, ഇതിൽ അങ്ങേ അറ്റം കാണുന്ന ആ റെസിപ്റ്റ് എഴുതി 2 രൂപ വാങ്ങിയതിന് നേരെ നമുക്ക് കൊടുത്തു. റെസിപ്റ്റ് അയാൾക്ക് കൊടുത്തു. അത് നമ്മളെ വെച്ചിട്ട് വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യണം? സർക്കാരിലേക്ക് കണ്ടുകെട്ടണം എന്നാണ് പറയുന്നത് 2 രൂപ. വൈകുന്നേരം നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു കൊണ്ടുവന്നു 2 രൂപ ഫോർഫീറ്റഡ് ടു ഗവൺമെന്റ് എന്ന് പറഞ്ഞ ആ മിഡിൽ പോർഷനിൽ ഫോർഫീറ്റഡ് ടു ഗവൺമെന്റ് എന്ന് പറഞ്ഞ് അത് എഴുതി കൊടുക്കുന്നു. അവ ചലഞ്ചിന്റെ അത്രയും വന്ന് നിൽക്കുക. ഇനിയോ ഈ ചലഞ്ചിന്റെ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വന്ന വോട്ടർ പറയുക, ഞാൻ വീട്ടിൽ പോയി എന്റെ തെളിവുകൾ ഡോക്യുമെന്റുകൾ എടുത്തോണ്ട് വരാം. അപ്പൊ പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു, ആൾമാരാട്ടം നടത്തിയാൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും, പോലീസ് വാങ്ങിക്കാൻ റിപ്പോർട്ട് ഞാൻ ഇപ്പൊ എഴുതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു ഭയം വന്നു. പുള്ളി പറഞ്ഞു, ഞാൻ പോയി രേഖകൾ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ആളെ. അപ്പൊ ആരുടെ ചലഞ്ച് വിജയിച്ച്? ഏജന്റിന്റെ ചലഞ്ച് വിജയിച്ച്. അപ്പം ആ 2 രൂപ തിരിച്ച് ഏജന്റിന് നമ്മൾ കൊടുക്കണം. മറ്റവൻ അവന്റെ പാട്ടിന് പോയി, ഇനി വന്നാൽ വേണം പിടിച്ച് പോലീസിന് നമുക്ക് കൊടുക്കാം. പക്ഷെ അങ്ങനെ ഈ ചലഞ്ച് എത്ര വന്നു, എത്ര എണ്ണം അനുവദിച്ചു, എത്ര എണ്ണം അനുവദിക്കാതിരുന്നു എന്നുള്ളൊരു ഫോമുണ്ട്. ആ ഫോമിൽ നമ്മളങ്ങനെ രേഖപ്പെടുത്തി വെക്കുക. അതാണ് ചലഞ്ചർ വോട്ട്. അതല്ലേ? ഇനി എന്തെങ്കിലും ആള് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല.